ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി. പാലിയേക്കര ടോൾ തടഞ്ഞതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഏറ്റവും സുപ്രധാനമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ കേസ് പരിഗണിക്കുന്ന എല്ലാ ഘട്ടത്തിലും ദേശീയപാത അതോറിറ്റിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത്. ആശ്വാസകരമായ ഇടപെടൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്നു, അല്ലേ? ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജിയാണ്, അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് രൂക്ഷമായ വിമർശനമാണ് ഇതിന്റെ ഈ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. ആ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അവിടെ റോഡ് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ നിരീക്ഷണം തുടരുമെന്ന നിർദ്ദേശം കൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഗട്ടറുകളിലും കുഴികളിലും പണം നൽകാതെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനാകണം. കാര്യക്ഷമതയില്ലായ്മയാണ് ഈ റോഡിലെ ഗട്ടറുകൾക്ക് കാരണമെന്നും ഇപ്പോൾ സുപ്രീം കോടതി വിലയിരുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉപകരാർ കമ്പനിയായ PST എഞ്ചിനീയറിംഗ് കമ്പനിയെ കേസിൽ ഹൈക്കോടതി കക്ഷി ചേർക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ 5 കിലോമീറ്റർ മാത്രമായിരുന്നു ഇതിന്റെ പ്രശ്നമെന്നുള്ളതായിരുന്നു ഈ ദേശീയപാത അതോറിറ്റിയുടെ ഒരു വാദം. പക്ഷേ ഇത് മൊത്തം ഗതാഗതത്തെ ബാധിക്കുകയാണെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഈ കാര്യക്ഷമമില്ലാത്തതും ഗട്ടറുള്ളതുമായ റോഡുകൾക്ക് പൗരന്മാർ ടോൾ നൽകേണ്ടതില്ല എന്നുള്ളൊരു നിരീക്ഷണത്തോടുകൂടിയാണ് ഈ ഒരു അപ്പീൽ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ 65 കിലോമീറ്റർ ദൂരത്തിന് 12 മണിക്കൂർ സമയമെടുക്കുമെങ്കിൽ എന്തിനാണ് 150 രൂപ ജനങ്ങൾ ടോൾ നൽകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ചും ഗതാഗതക്കുരുക്ക് സംബന്ധിച്ചും അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം എല്ലാ നിലയിൽ സുപ്രീം കോടതി നടത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഈ ഒരു അപ്പീൽ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ദേശീയപാത അതോറിറ്റിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത അതോറിറ്റിയുടെ ഹർജി തള്ളിയിരിക്കുന്നു സുപ്രീം കോടതി.